പോയി? ഇത്ര ദിവസമായി കണ്ടിട്ട്. മമ്മ ഇവിടെ എന്തൊക്കെ വാങ്ങിച്ച? എനിക്ക് കൊറേ ടോയ്സ് വാങ്ങിച്ചിക്കണ്, ചോക്ലേറ്റ് ഉണ്ട്, എന്തൊക്കെ വാങ്ങിച്ചെന്നറിയോ? ഈ ഒന്ന് ഇങ്ങോട്ട് കേറി വാ മോളെ. എന്നിട്ട് ഇവിടെ ഒന്ന് കുത്തിരിക്കുന്നോ ഒന്ന് തിന്ന്. അതിന്റെ കണ്ണും മുഖം എനിക്ക് കണ്ടൂടാ. അല്ല മോളെ, ഇതിന്റെ അടുക്ക് എന്റെ ഭർത്താനം ചോദിക്കാനൊക്കെ മറന്നു. എന്തായിക്കിന് പൊരപ്പണിയൊക്കെ? നെൽത്തിന്റെ പണി തുടങ്ങിക്കുന്ന നീ ഇന്നലെ ബനിയാന്ന് വിളിച്ചപ്പോ പറഞ്ഞീനല്ലോ. എന്തായിക്കിന്? ഇന്ന് പണിക്കാരുണ്ടോ? അല്ല, പിയാപ്പിൾക്ക് ഇപ്പൊ പണിയൊക്കെ ഉണ്ടോ പണ്ടത്തെ പോലെ തന്നെ? അല്ലെങ്കിൽ അട്ടും ഇങ്ങോട്ടും പെരാ നടന്നിട്ട് വെറുതെ കുത്തിരിക്കലാണോ? എന്താണ് സ്ഥിതിയൊക്കെ? ഞാൻ ഇന്നലെ വിളിച്ചപ്പോ മോനോട് പറഞ്ഞിക്കണേ ഞങ്ങക്ക് കുറച്ച് പൈസ ഒക്കെ അയച്ചുതരാൻ, പൊരപ്പണിയാണ്, പിയാപ്പിന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളൊക്കെ. ഓനാണ് നല്ല പണിയൊക്കെ ആണ്, ഓക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കണൊക്കെ കാണാം. നമ്മള് പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിൽക്കല്ല, എന്തേ ആയിക്കോട്ടെ എന്ന് വിചാരിക്കലാണ്. ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞിക്കണേ ഞങ്ങക്ക് കുറച്ച് പൈസ ഒക്കെ അയച്ചു തരാന്, പൊരപ്പണിക്കുള്ളത്. ഓൻ ഞങ്ങക്ക് അയച്ചു തന്നാല് വെച്ചിട്ട് കുറച്ച് പണി, ബാക്കിയുള്ള പണി കൂടി തീർത്ത് വേഗം കൂടാൻ നോക്ക്. എന്റെ വർത്താനങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാത്ത അമ്മ നല്ലേ. നിങ്ങളോട് പിന്നെ ഒന്നും പറയാണ്ടിരിക്കുക. ഞാന് എങ്ങനെയാ നിങ്ങളോട് പൈസ ചോദിക്കാൻ വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ അറിഞ്ഞോണ്ട് തന്നെ കാക്കനോട് ചോദിച്ചാൽ വളരെ നന്നായി. ഞാൻ ഓരോന്ന് വിളിക്കാൻ നിൽക്കുകയും കുറച്ച് പൈസ ഒക്കെ വേണ്ടിട്ടേ. കാക്കാവുമ്പോ പിന്നെ കൊടുക്കണ്ടല്ലോ, നാട്ടുകാരോട് വാങ്ങുമ്പോ വേഗം കൊടുക്കണ്ടേ നമ്മള്. കാക്ക പണ്ടത്തെ പോലെ പണിക്കൊന്നും പോയില്ല പിയാപ്ല. എന്താപ്പ ചെയ്യാ? പൈസ ഇല്ല, പൊരപ്പണിയാണ് തുടങ്ങി പോയി. ഒരെത്തും പിടിയും കിട്ടില്ലമ്മ. ഇനിയിപ്പോ എന്തായാലും 15 ദിവസം കൂടെ ഉണ്ടാകുമല്ലോ. കാക്കനോട് വിശദമായിട്ടൊന്ന് പറയണം. കാക്കക്ക് നല്ല പണി ഉണ്ടെന്നൊക്കെ അല്ലേ ഞങ്ങൾ പറഞ്ഞേ. എന്തായാലും കാക്ക തരുന്ന പൈസ കൊണ്ട് മുഴുവൻ പണിയാട് തീർത്താണോ. എന്റെ ആടുന്ന് ഉമ്മയും പറയണ്ടേ ഒരേ എന്തെങ്കിലുമൊക്കെ അതിൽ വാങ്ങിയിട്ട് വന്നാ മതി പൊരപ്പണി തീർക്കാനുള്ളതെന്ന്. അല്ലാണ്ട് ഇപ്പൊ എന്താക്കൂ? എന്റെ പ്യാപ്പിനെ കൊണ്ടൊക്കെ പാവുമോ? ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ തന്നാലല്ലേ നടക്കൂ. എടീ ഷൈന, എന്താക്കുക? അവള് വന്ന ഈ കണ്ടില്ല? എത്ര നേരായി വന്നിട്ട് ആ റൂമിന്റെ ഉള്ളിൽ വാതിലടിച്ചിട്ട് എന്താക്കാണ്? ഇതിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. പള്ള പൈസ വരികയല്ലേ? ഏട് തങ്ങാൻ വരികയാണ്? പിയാപ്പിളാണ് അവിടെ ഇറക്കിയിട്ട് പോയത്. 24 മണിക്കൂറുണ്ടല്ലോ ആ റൂമില് വാതിലടിച്ചിട്ട് കുത്തിരിക്കാൻ. എനിക്കുണ്ട് ഫോണിൽ എന്തോ നെക്കി കുത്തിരിക്കണം. എന്തേത്താപ്പ ഇന്ന് മാത്രം നിൽക്കാനല്ലേ? ഇപ്പോഴത്തെ ഓരോ പെൺകുട്ടികളുടെ ഒരവസ്ഥ. 24 മണിക്കൂർ ഇതും കൈ പിടിച്ചിട്ട് ഇങ്ങനെ തോണ്ടല്ലേ? എന്തേത്താപ്പ അതിനകത്തല്ലേ? അല്ല, ഇവളൊരു ചായക്ക് പറഞ്ഞിട്ട് എത്ര നേരായിന്റെ റബ്ബേ. ഇതുവരെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഇവള്. ഒരേ പോവാൻ സമ്മതിക്കാത്ത ദേഷ്യം ഞാൻ അയക്കൂ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിയിരിക്കന്നെ. എന്തേ താപ്പൾ ഇന്ന് എന്നെ മണ്ടിയിട്ടാട്ടി? ഇന്ന് എന്നെ ഒരാൾ ഇടിഞ്ഞു വീണു പോകുന്ന വിചാരത്തിൽ അങ്ങനെ എന്നാ എന്നെ പോണമെന്ന് അറിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോയാ പോരെ. അതിനാണ് ആ മണിയറയിൽ ഇങ്ങനെ കുത്തിയിരിക്കണേ. എടീ ഷൈന, വാതിൽ തുറക്ക്. എത്ര നേരായി എന്നെ വിളിക്കണേ. ഇവിടെ താത്തയും മക്കളൊന്നും വന്ന ഈ കണ്ടിയില്ല. ഇങ്ങോട്ട് തുറക്ക് വാതില്. അതിപ്പോ നല്ല കോള്. ഇപ്പൊ ഇങ്ങനെ റൂമ് കുത്തിരിക്ക. ഞങ്ങൾ റൂമ് കുത്തിരിക്കാന്ന വിചാരം. എത്ര നേരായി നിങ്ങൾ വന്നിട്ട് കാത്തിക്കണേ. ഈ കുട്ടിയുടെ കണ്ണും മൂടൊന്നും കണ്ടിയില്ലേ? കൊയങ്ങി വന്നത്. ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ ഇവിടെ ആരുമില്ല. എത്ര നേരായാണ് ഞാൻ വിളിക്കണേ. ഒരേ പോകാൻ പറ്റാത്ത വിഷമത്തിലായി ഇപ്പൊ കുത്തിയിരിക്കണേ. ഞാൻ വിചാരിച്ചു വേറെന്തോ അവിടെ പണിയിലാണെന്ന്. ഇതിപ്പോ നല്ല കൂത്തായി. ഇങ്ങോട്ടെങ്ങാൻ വാ. പിയാപ്പിള രാത്രി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടേ? മോളോട് ചോദിച്ചു നോക്കട്ടെ ഒക്കെ എന്താ വാണ്ടിയ, ബിരിയാണിയാണോ മന്തിയാണോ എന്ന്. എന്നിട്ട് വേണം സാധനം വാങ്ങിക്കൊണ്ടുവരാൻ, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ. ഇങ്ങനെ കുത്തിരുന്നാ എങ്ങനെ നടക്കുക? ഇങ്ങോട്ട് എണീച്ചു വാ. ഈ വേജാളാളൊന്നും വേണ്ട. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. ഞാൻ പറഞ്ഞോണ്ടുണ്ടോ അവനോട്? താത്ത വന്ന പാടെ വണ്ടിയത്തെ നാട്ടുകാരൊക്കെ പറയാ താത്ത വരുന്ന ഇഷ്ടമല്ലേ ഈ പോയതെന്ന് പറയൂലേ? അതല്ലേ അമ്മ പറഞ്ഞ പോണ്ടാന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പോവാ. ഈ വേജാറായല്ലേ? എനിക്കൊന്നും ഇങ്ങോട്ട് എണീച്ചു വാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വിഷമമൊന്നുമില്ല. ഞാൻ പിന്നെ പോയിക്കോളാം. ഞാനേ വെറുതെ ഇരുന്നതാ. ഞാൻ ചാണ്ടാട്ടോ. താത്ത
നിങ്ങളെപ്പോഴേ വന്നേ? മക്കളൊക്കെ ഉണ്ടല്ലേ? ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളടി. എന്നെ അമ്മ വിളിച്ചതിന് കേട്ടില്ലേനി. അമ്മ കുറെ നേരം എന്നെ വിളിച്ച്. ഞാൻ ചോദിച്ചു ഈ റൂമിൽ എന്തോ പണിയായിക്കുന്നു. ചായ കുടിക്കാം. മക്കൾ ഇതാ അവിടുന്ന് കളിക്കണം. വന്നപ്പോ മുതൽ അങ്ങോട്ട് ഓടിക്കാൻ കളിക്കാൻ. മക്കളെ സ്ഥിതി എനിക്ക് അറിയാലോ. ചായ കുടിക്കുക. വാ എന്നാല് ഇപ്പൊ വരട്ടെ. ചായ ഉണ്ടാക്കിയിട്ട് അത് അവിടെ വരും കുടിക്കാൻ. ഉമ്മ നിങ്ങളെന്ത് ചെയ്യാ? ഡോറിന് ആരാ മുട്ടുണ്ട്? ആരാ വന്നിക്കണെന്ന് തോന്നേ. ഞാൻ പോയി നോക്കാം. ആരിത്? അമ്മായിയോ? നിങ്ങൾ ഒറ്റയ്ക്കേ വന്നിയുള്ളൂ? എന്തായാലും ഇങ്ങോട്ട് കേറി. മോളെ, അമ്മായി ഒറ്റയ്ക്കേ ഉള്ളൂ. മോന് ഇങ്ങോട്ട് വരാണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏതായാലും വണ്ടിമ ഇങ്ങോട്ട് കേറി പോയി. നിങ്ങളൊക്കെ കാണാലോ വിചാരിച്ചിട്ടേ. കുറച്ച് ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട്. ഉമ്മ എവിടെ പോയി? നിങ്ങളെന്തായാലും ഇവിടെ ഇരിക്കട്ടോ. ഞാന് ചായ കുടിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാട്ടോ. ഞാൻ എന്തായാലും 15 ദിവസം ഇവിടെ ഉണ്ടാവും. കർക്കിടകമൊക്കെ അല്ലേ, കുറച്ച് തടിയൊക്കെ നന്നാക്കാനുള്ള മരുന്നോ കുടിക്കാന്ന് വിചാരിച്ച് വന്നതാ. നിങ്ങൾ ഇവിടെ ഇരിക്കട്ടോ. അമ്മനെ പറഞ്ഞേക്കാം. ഇതാരിത്? ഞാൻ കൊറേ ആയാലും അങ്ങോട്ടൊക്കെ കണ്ടിട്ട്. അല്ല പാത്തുമ്മ, എന്നെപ്പൊ കാണലേ അല്ലല്ലോ അങ്ങോട്ട്. അതാപ്പൊ ഞാൻ ഇങ്ങോട്ട് കേറി പോന്നെ. എനിക്ക് ഇതിട്ട് വയ്യൊക്കെ ഒന്നാട് മറന്നുപോയോ? അങ്ങോട്ട് വേറെ കുറെ ഉണ്ടാക്കിയിട്ട് പോന്നിട്ടും വിചാരിച്ച് അങ്ങോട്ടൊന്നും വന്നുവിടാന്നുണ്ട്. എന്റെ വ്യാപന്റെ പെങ്ങന്മാരെന്നല്ലേ അവിടെ ഉള്ളത്. നാട്ടിൽ പോയി വന്നൂടെ? എവിടെ പോയി എന്റെ മരുവോട് ഓളെയും കണ്ടിട്ട് കൊറേ ആയി. ഞാൻ ഓളെയും കൂടി ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ട് പോന്നതാ. വീഡിയോ ഒക്കെ അടിച്ചു പോയി. അതാ പൊതിയൊന്നും വാങ്ങാന്. ഇവിടെ എത്തിയപ്പോ എന്തോ ഒരു പോലെ മക്കളുണ്ടായിട്ടേ പൊതിയൊന്നും കൊടുക്കായിട്ട്. ഓളതാ അടുക്കളയിലുണ്ട്. ഷൈന ഞങ്ങളായിട്ട് വരാത്ത എന്താ അറിയോ? തീരെ ഒരു ഒഴിവിട്ടണ്ടേ. ഇവിടുത്തെ പണി നിങ്ങൾക്ക് അറിയില്ലേ? പുഴയിലത്തെ പണി പിന്നെ തീരൂല. ചെയ്താലും അതാ പിന്നെ അവിടേക്കൊന്നും കാണാത്ത. നിങ്ങൾ എന്തായാലും ഇരിക്കും. ഞാൻ ഓളെ കുറിച്ച് ചായ എടുക്കാൻ പറയട്ടോ. മോളെ ഷൈന, ഇവിടെ പണിയിലാണല്ലോ. അല്ല, ബിരിയാണിയുടെ മുഖമൊക്കെ എടുക്കണ്ടല്ലോ. ഇന്നത്തെ സ്പെഷ്യല് അതും വന്നിട്ടേക്കില്ലേ? ഞാൻ അന്നേം കൂടി കാണാൻ പോകുന്നതാ മോളെ. ആരുടെ? അമ്മായിയോ? അമ്മായി എപ്പോഴേ വന്നേ? ആരോടെ വന്നേ? എന്തായാലും ഇരിക്കട്ടെ. ഇവിടെ നാളെയും വരും. അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തായാലും നിങ്ങൾ കൂടി വന്നല്ലോ. ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ഇവിടെ ഇരിക്കട്ടോ. അല്ല, എന്റെ മുഖത്തെന്താ ഒരു വേജാറ്, ഒരു വിഷമോ? എന്തൊക്കെ ഇവിടെ ഉണ്ടായത്? ഒരു ഉഷാറൊന്നും ഇല്ല എനിക്ക്. പണ്ടത്തെ പോലെ ശരി ഒരു അമ്മായിനെ കാണുമ്പോ ഒരു പുഞ്ചിരിച്ച് വരുന്ന മുഖമൊന്നും കാണില്ല. എന്തൊക്കെ ഇവിടെ പ്രശ്നോ? അമ്മ എന്തോ പറഞ്ഞോ? ഓക്കെ, ഓളാട് പോകാനോ ഇനി നിന്നതായിരുന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോകാനോന്ന് വിചാരിച്ച്. മറ്റോള് മോളും കൂടെ കൂടാൻ വന്നല്ലേ. ഓള് പോയാലെങ്ങനെ? നാട്ടുകാരൊക്കെ എന്താ പറയാ? അതുമല്ല, അതിനകത്തൊന്നും ആയില്ല. പോയി വന്നിട്ട് എന്നിട്ടെന്നാ ഞാൻ സമ്മതിക്കാണ്ടിരുന്നത്? എനിക്കറിയാലോ സ്ഥിതികളൊക്കെ. അതന്നെ ഓളെ വിഷമോ, അല്ലാണ്ട് വേറൊന്നുമില്ല. അവിടെ ഇപ്പോഴത്തെ സ്ഥിതിക്കാർ നിങ്ങൾക്ക് അറിയൂലേ? എനിക്ക് ഇതേ സ്വഭാവക്കേടുണ്ടോ? ഞാൻ എന്റെ മോളെ പോലല്ല ഓളെ നോക്കണത്. പിന്നെ ഓളാന്ന് വിളിച്ചെന്ന് ചപ്പം തന്നെയാണ് പാഞ്ഞു പോവാൻ എത്തത്. അങ്ങനെ ഞാൻ സമ്മതിച്ചില്ല. അതിനാണിപ്പോ ഒരു വിഷമം മൊത്തൊക്കെ. ഓളാട് പോവാത്തതിനപ്പോ വേജാറ്. അതിന് വേജാറൊക്കെ ഉണ്ടാവും. ആടെ ഇല്ലൊരുമ്മയും വാപ്പിയൊക്കെ ഓൾക്കൊക്കെ കാണാൻ പൂതി ഉണ്ടാവില്ലേ? ഈ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ മോളിപ്പോ ആരാന്റെ വരെ പോണതല്ലേ? അപ്പൊ എനിക്ക് എത്രത്തോളം പൂതി ഉണ്ടാവും ഇതുങ്ങളെ കാണാൻ, മക്കളും കുട്ടികളും ഒക്കെ കാണാനൊക്കെ. അതേപോലെ ഒരു വാപ്പയമ്മേ ഇങ്ങോട്ട് പറഞ്ഞയച്ചല്ലേ ഈ എന്റെ മോളെ പോലെ നോക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞയച്ച മോളല്ലേ? അപ്പൊ അതിന്റേതായ രീതിയിലേക്ക് നോക്കണ്ടേ ഓളാ? ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? എല്ലാ കാര്യത്തിലും പണിയിലായാലും എല്ലാ വിഷമഘട്ടത്തിലും ഓളെ കൂടെ നിൽക്കേണ്ടിരിക്കല്ലേ?
ഓളെ പിയാപ്പിളാണ് ഇവിടെ ഇല്ല. മോനെ എന്നെ ഏൽപ്പിച്ച് പോയതല്ലേ മോളെ പോലെ നോക്കാന്. അപ്പൊ ഈ ഇങ്ങനെ മോളെയും മരുവോളെയും വേർതിരിച്ച് കാണാൻ പാടുണ്ടോ? മരുവോളെന്ന് പറയാൻ ശരിക്കും പാടില്ല, മോള് തന്നെ ഞങ്ങളെ. അപ്പൊ ഈ അതിനതായ രീതിയിൽ ഓളെ നോക്കണ്ടേ? ഓക്കൊന്ന് പോവാൻ തോന്നി ഓള് പോയി പോന്നോട്ടെ. അതിനിപ്പോ ഇന്നത്തെ പ്രശ്നം. അപ്പൊ കൊറേ ആയാലും അപ്പോൾ വന്നിട്ട് ഓള് പറഞ്ഞല്ലോ. അപ്പൊ ഓളൊന്ന് പോയി പോന്നോട്ടെ. എല്ലാത്തിലും ഈ സഹകരിക്കണ്ടേ ഓളുമായിട്ട്? നിങ്ങൾ പറഞ്ഞ ശരിയാ താത്ത, ഞാനതൊന്നും ചിന്തിച്ചില്ല. ചില നേരം എനിക്ക് അങ്ങനെ എന്തോ ഒരു ഭ്രാന്ത് പോലെ. നിങ്ങൾ പറഞ്ഞ ശരിയാ. നമ്മളെ മക്കളൊക്കെ പെൺകുട്ടികളെ ആരാന്റെ പുരയിലേക്ക് അയക്കും, നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അവിടെ എന്തായിരിക്കും, തിന്നീനോ കുടിച്ചീനോ, അങ്ങനെ എത്രത്തോളം വിഷമങ്ങൾ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ ഞാൻ ഓർത്തിയില്ല. അതുപോലെ ഒരു ഉമ്മയും വാപ്പയും അയച്ചാണ് മോളാന്ന് ഞാൻ അതൊന്നും ഓർത്തിയില്ല. എനിക്ക് മനസ്സിലൊന്നുമില്ല. പുറമെ എന്തെങ്കിലുമൊക്കെ അവിടെ വിളിച്ച് പറയാന്നേ ഉള്ളൂ. എന്തായാലും ഷാഹിന, എനിക്ക് ഇന്ന് പോകാൻ കഴിഞ്ഞില്ലല്ലോ. ഈ നാളത്തെ ബസ്സിൽ തന്നെ പോയിക്കോ. ഇപ്പനെ വിളിച്ച് പറഞ്ഞാളെ. ഇനിയിപ്പൊ അങ്ങോട്ട് കൂട്ടാൻ വരികയാണ്, ഇപ്പന്റെ ഇപ്പനെ രാവിലെ പോവുകയാണെങ്കിൽ പോയിക്കോ. എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി മോളൊന്നും കൊണ്ട് ബേജാറാണ് കേട്ടോ. നല്ല പുഞ്ചിച്ച് നിക്കണം, നല്ല ഉഷാറായിട്ട് നിക്കണം. അമ്മായി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൊണ്ട് ബേജാറാകരുത് കേട്ടോ.